പ്രഭാഷണത്തിനായി ഡോക്ടർ എം.ഇ. നടേശൻ സർ, പാഞ്ചജന്യം ഭാരതിന്റെ വൈസ് ചെയർമാനും അതുപോലെ തന്നെ ഭാരതീയ റെയിൽ നിഗമിന്റെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറും കൂടാതെ കേന്ദ്ര സംസ്കൃത പഠന സമിതിയിലെ ഇപ്പോൾ നടന്ന ഒരു സംഭവമാണത്, സമിതിയുടെ അംഗവുമാണ്. അത് കൂടാതെ തന്നെ വളരെയധികം സംഘടനകളിലും സമിതികളിലും അദ്ദേഹം നേതൃത്വം വഹിക്കുന്നുണ്ട്. വളരെ ആദരവോടുകൂടി ഞാൻ സാറിനെ ക്ഷണിക്കുകയാണ് പ്രബോധന ക്ലാസ്സിന് വേണ്ടി. സാർ, എല്ലാവർക്കും നമസ്കാരം. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരാ നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. മാതൃഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ ആദ്യമായി വളരെ ഹൃദ്യമായ പ്രാർത്ഥന ആലപിച്ച ദിവ്യ ശ്യാംലാൽ, നമുക്കെല്ലാവർക്കും മാതൃസ്ഥാനിയായിട്ടുള്ള ലേഖ തങ്കച്ചി, ടീച്ചർ എന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ എല്ലാം മനസ്സിലൊരു അമ്മ ഭാവമാണ് ടീച്ചറുണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ലേഖ ടീച്ചർ, പിന്നെ പ്രത്യേകിച്ച് മലയാളിക്ക് ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത കഥാപാത്രമാണ് സരസ്വതി ടീച്ചർ. എല്ലാ നിലകളിലും ടീച്ചറെ അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ പേരെടുത്ത് വിളിച്ച സംസാരിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ ടീച്ചർ നമുക്ക് ഏവർക്കും പ്രേരണ കൂടിയായിട്ടുള്ള ഒരു അധ്യാപികയാണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്യാമള ചേച്ചി, നരസിംഹംജി ഉണ്ട്. ഇങ്ങനെ എല്ലാവരും പരിചയമുള്ളവരാണ്. വിഷയം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മാനവികത ഗുരുദേവ ദർശനങ്ങളിലൂടെയുള്ള വിഷയമാണെന്ന് പറഞ്ഞു. ഈ വിഷയം പറയുമ്പോൾ തന്നെ എല്ലാവരും സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ടീച്ചറും അതുപോലെ തന്നെ ലേഖ ടീച്ചറും എല്ലാം സംസാരിച്ചു. മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് നമ്മുടെ വിജ്ഞാനത്തെ അവതരിപ്പിക്കുന്ന ഗുരുവിന്റെ ഒട്ടേറെ സൂക്തങ്ങൾ, ആ സൂക്തങ്ങളെ കുറിച്ചെല്ലാം പല മഹാന്മാരും വാഴ്ത്തി പാടിയിട്ടുണ്ട്. എങ്കിലും കേരള വിവേകാനന്ദൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ആഗമാനന്ദ സ്വാമികൾ, അദ്ദേഹം ഗുരുവിനെ കുറിച്ച് മഹാസമാധിയെ അറിഞ്ഞ സമയത്ത് എഴുതിയ 4 വരി ശ്ലോകമുണ്ട്. അതിങ്ങനെ: അധസ്ഥിതാനാം പരിപാലനായ ധൃതാവതാര കരുണാപയോനിധി വേദാന്തവർത്തി ഗുരുരേവ സാക്ഷാത് നാരായണോ ഭാതി നവാവതാരഃ. നാരായണന്റെ നവാവതാരമാണത്രേ, ആദിനാരായണന്റെ അവതാരം. എന്തിനു വേണ്ടിയിട്ട് അവതരിച്ചു? അധസ്ഥിതാനാം പരിപാലനായ. അങ്ങനെ അധസ്ഥിത വർഗത്തിന്റെ അധസ്ഥിരത എന്ന് പറഞ്ഞാൽ ജാതിപരമായിട്ടുള്ള അധസ്ഥിതയല്ല, ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരെയും പരിപാലിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം കൃപാലുവായ ആ മഹാത്മാവ് വേദാന്തത്തെ അങ്ങേയറ്റം അറിഞ്ഞ ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഗമാനന്ദ സ്വാമികൾ എഴുതുന്ന ആ കുറിപ്പ്, അത് വളരെ വളരെ ഹൃദ്യമാണ്, അത് വളരെ കറക്റ്റാണ്. അപ്പോ മാനവ സമൂഹം കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് നമുക്കറിയാം. സ്വാമി വിവേകാനന്ദൻ തന്റെ ഭാരത പര്യടന യാത്രയിടയിൽ കേരളത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കണ്ട് അദ്ദേഹം തലയിൽ കൈവച്ച് പറഞ്ഞുപോയി, ഈ ഭ്രാന്തന്മാരുടെ നാട്, നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേരളം. അതിനെ മാറ്റിയെടുക്കുന്നതിനെ ആചാര്യസ്ഥാനം വഹിച്ചത് ഗുരുദേവനാണെന്ന് നമുക്കറിയാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെയുള്ളതായ ഗുരുവിന്റെ ആ പരിശ്രമം കൊണ്ടാണ് വിദ്യാഭ്യാസത്തിലൂടെയാണെങ്കിലും
ആരാധനയിലൂടെ ആണെങ്കിലും ഒക്കെ ഇന്ന് നമ്മൾ കാണുന്ന മലയാളി രൂപപ്പെട്ടു വന്നത് അങ്ങനെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രം എന്ന് തന്നെ പറയാം. അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വേദാന്തത്തെ ആറ്റിക്കുറുക്കിയ, ഉപനിഷത്തുക്കളെ ആറ്റിക്കുറുക്കിയ ഖുറൽ, ആ മന്ത്രം ഒരു കാലത്ത് നമ്മുടെ സ്കൂളുകളിലെല്ലാം ചൊല്ലിയിരുന്ന പ്രാർത്ഥനയിൽ പന്തളം KP രാമൻപിള്ള എഴുതിയ അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി എന്ന് പറയുന്ന തുടങ്ങുന്നതായ പ്രാർത്ഥനയില് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊരു പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദി നായക തവ തിരുമുന്നിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ. ഇത് കേൾക്കാത്ത മലയാളി ഇല്ല അക്കാലത്ത്. ഇപ്പൊ സ്കൂളുകളിൽ നിന്ന് അതെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ മന്ത്രം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആണിക്കല്ലായിരുന്നു. അതുണ്ടാക്കിയ ചലനം ചെറുതൊന്നും അല്ല. അത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, ഭക്തിയിലേക്ക് പോകുന്ന സമയത്തും ഇത് തന്നെയാണ് മന്ത്രം എന്ന് നമ്മുടെ പ്രസിദ്ധനായ വയലാർ, അദ്ദേഹം ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ കുറിച്ച് പാടുന്ന ഒരു പാട്ടുണ്ട്. ഏതാണ്ട് 1975 കാലഘട്ടത്തിൽ എഴുതിയ അതിലെ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ അവിടെന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഇങ്ങനെ തുടങ്ങിയിട്ട് എരുമേലിയിലും കരിമലയിലും ശബരിപീഠത്തിലും 18-ാം പടിയിലും ഒക്കെ കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന ദിവ്യാനുഭൂതിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. എരുമേലിപ്പേട്ട തുള്ളി കന്നി അയ്യപ്പന്മാർ ഞങ്ങൾക്കൊരു ജാതി ഒരു മതമൊരു ദൈവം അയ്യപ്പ സ്വാമി അയ്യപ്പ. അതായത് ഈ മന്ത്രം ഓരോ ഘട്ടത്തിലും എടുത്തെടുത്ത് പറയുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ, ഭക്തിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ എല്ലാ മതക്കാരും ഈ മന്ത്രമാണ് ഓർക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വയലാറിന്റെ ഒരു പാട്ടുണ്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഓർമ്മ വേണം ഈ അദ്വൈത മന്ത്രം. സന്ധ്യാനാമം ചൊല്ലുമ്പോൾ അന്തിവിളക്ക് കൊളുത്തുമ്പോൾ മാനത്ത് തിരയേണ്ട മണ്ണിൽ തിരയേണ്ട മനസ്സിലെ ഈശ്വരൻ ഒന്നല്ലോ എന്നും പറഞ്ഞു തുടങ്ങുന്ന പാട്ടാണ്. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ മന്ത്രത്തിന്റെ അനുരണനം കേട്ടാണ് മലയാളി ഉണർന്നത്. ഇന്ന് മലയാളി എന്തെങ്കിലും പൊതുസമൂഹത്തില് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ എന്തെങ്കിലും മേന്മ നേടിയെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കേട്ടിട്ടാണ്. അതുപോലെ തന്നെ ഒരു എന്തോ എക്കോ വരുന്നുണ്ടല്ലോ, അത് മാറ്റി സാറേ, മാറ്റി മാറ്റി. ഓക്കെ. അതുപോലെ തന്നെ ഈ മന്ത്രം കുഞ്ഞുങ്ങളുടെ പഠന കുട്ടിപ്പാട്ടുകളിലും യുവാക്കളെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം ഉണ്ടായിരുന്നു. അതിലൂടെ ഉണർന്നെഴുന്നേറ്റ മലയാളി യഥാർത്ഥത്തിൽ മാനവ സമൂഹത്തിന് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലമായിരുന്നു 1924, അതായത് ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് ആലുവയിൽ നടന്ന സർവമത സമ്മേളനം. ആ സമ്മേളനത്തിന്റെ ലക്ഷ്യം നമുക്കറിയാം. മതത്തിന്റെ പേരിൽ ലോകത്താകമാനവും കേരളത്തിൽ പ്രത്യേകിച്ചും നടമാടിയ ദുരന്തം, പ്രത്യേകിച്ച് 1921 മലബാർ മാപ്പിള ലഹള, അതേ തുടർന്നുള്ളതായ ക്രൂരമായ നടപടികൾ, ഇതെല്ലാം തന്നെ മതത്തിന്റെ പേരിലായിരുന്നു.
ഇതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആലുവ മതമഹാസമ്മേളനം നടത്തിയത്. മതമഹാസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പ്രധാനമായും ഓരോ മനുഷ്യനും അറിയേണ്ടതും ഓരോ മനുഷ്യനും അറിയിക്കേണ്ടതുമായ തത്വമുണ്ട്. എന്താണ് ആ തത്വം എന്ന് ചോദിച്ചാൽ, എല്ലാവരും ആത്മസഹോദരന്മാരാണ്. എല്ലാവരും ഒരേ ചൈതന്യത്തിൽ നിന്ന് വന്നവരാണ്. നാം തമ്മിൽ പരസ്പരം വഴക്കടിക്കുകയല്ല വേണ്ടത് എന്നിങ്ങനെ തുടങ്ങിയതായിട്ടുള്ള ആശയങ്ങളുണ്ട്. ഈ തരത്തിലുള്ള ഒരു ആശയം വാസ്തവത്തിൽ മാനവികതയുടെ ഭാഗമായിട്ട് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ മാസം 10-ാം തീയതിയാണ് നടക്കുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ. അതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു മാനവികതയുടെ വലിയൊരു പ്രഖ്യാപനം. അതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് 1983 സെപ്റ്റംബർ മാസം 11-ാം തീയതി അമേരിക്കയിലെ ചിക്കാഗോയില് സ്വാമി വിവേകാനന്ദൻ നടത്തിയത്. അത് 1983 എങ്കിൽ അതിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഗുരുദേവൻ പ്രഖ്യാപിച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്നുള്ളത് മാനവികതയുടെ മഹാമന്ത്രമാണ്. ഇങ്ങനെ നാം ഗുരുവിനെ മൊത്തം ഗുരുവിന്റെ ഉപദേശത്തെ, പ്രവർത്തനങ്ങളെ, അക്കാലത്തെ സംഭവങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ജാതിയുടെയും മതത്തിന്റെയും അറിവില്ലായ്മയുടെയും എല്ലാം പേരിൽ മനുഷ്യൻ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് മാനവികത, ഗുരുദേവൻ എന്ന വിഷയം പറഞ്ഞ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നതിന്റെ നേർവിപരീതമാണ്. അതായത് മാനവികത എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സുഖമുണ്ട് കേൾക്കാൻ. പക്ഷെ ആ വാക്ക് നമുക്കറിയാം, നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ 3 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചവരാണ്: നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്. ഇപ്പൊ സംസ്കൃതം പഠിച്ച ഞാൻ ഏതിൽ വരുന്നു എന്ന് ചോദിച്ചാൽ ഹ്യൂമാനിറ്റീസിൽ വന്നതാണ്. അപ്പൊ ഹ്യൂമാനിറ്റീസ്, മാനവിക വിഷയം. ഓക്കെ, നല്ല കാര്യമാണ്. ഈ മാനവികത എന്ന പദം ആദ്യം എവിടെ ഉത്ഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇറ്റാലിയൻ റിനൈസൻസിന്റെ ഭാഗമായി ക്രൈസ്തവ മൊറാലിറ്റിയെ പ്രതിപാദിക്കുന്ന ഒരു പദമായിട്ടാണ് ഇത് ഉരുത്തിരിഞ്ഞു വരുന്നത്. പിൽക്കാലത്ത് ഇത് വരുന്നത് ഒരു സിദ്ധാന്തമായി മാറുകയാണ്. ഹ്യൂമനിസം, മാനവികത. അത് അക്കാഡമിക തലങ്ങളിൽ ധാരാളം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനേഷനിലേക്ക് പോകാം. എന്താണ് മാനവികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മാനവികത എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യന്റെ താല്പര്യമാണ്, അവന്റെ അഭിരുചികൾക്കാണ് പ്രാധാന്യം. മനുഷ്യരുടെ വ്യക്തിപരവും സാമൂഹികവുമായ സാധ്യതകൾക്കും ഏജൻസികൾക്കും ഊന്നൽ നൽകുന്ന ദാർശനികമായ നിലപാടാണ് മാനവികത. ഓർക്കുക, മനുഷ്യന്റെ താല്പര്യമാണ്. അപ്പോ ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളും എല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ്. ഇത് ഒന്നാമത്തെ പോയിന്റ് ആണെങ്കിൽ, മാനവികതയുടെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് റിജക്ട് കൺസെപ്റ്റ് ഓഫ് ഗോഡ്. ഈശ്വര സാന്നിധ്യത്തെയോ ഈശ്വരൻ എന്ന സങ്കല്പത്തെയോ ഒരു കാലത്തും ഹ്യൂമനിസ്റ്റുകൾ അംഗീകരിക്കുകയില്ല. ദർശനത്തെ ഒട്ടും, മതദർശനത്തെ അവർ യാതൊരു തരത്തിലും മുഖവിലക്കെടുക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ, യുക്തിവാദികളും നിരീശ്വരവാദികളും
ദൈവിക സങ്കല്പത്തെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുമാണ്. അവരുടേതായ ഒരു ദർശനമാണ് മാനവികത എന്ന് പറഞ്ഞാൽ. ഈ ഫ്രെയിമിൽ ഇട്ടിട്ട് ഗുരുദേവനെ നോക്കുന്നു എന്ന് വിചാരിക്കാം. ഈ ഹ്യൂമനിസം എന്ന് പറയുന്ന ഫ്രെയിമിൽ ഇട്ടിട്ടാണ് കഴിഞ്ഞ 10-60 വർഷത്തോളം ഗുരുദേവനെ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പലരും പറഞ്ഞു വെച്ചത് ഗുരുദേവൻ മാനവികതയുടെ വക്താവാണ്. ഓർക്കുക, മാനവികതയുടെ വക്താവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദർശനത്തിനെതിരാണ്, അദ്ദേഹം നിരീശ്വരവാദിയാണ്, അദ്ദേഹം എന്താ പറയാ സെൽഫ് റിയലൈസേഷൻ, ആത്മവികാസത്തിനെതിരാണ്, ആത്മീയതയ്ക്കെതിരാണ്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ എന്നു പാടാൻ പോലും സാധ്യമല്ല. ഹ്യൂമനിസ്റ്റുകൾ ഇതിനെതിരാണ്. ഈ ഹ്യൂമനിസം എന്ന് പറയുന്ന ഈ ആശയമാണ് ലോകത്തിലെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിൽ സ്ഥാനം പിടിച്ചത്. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അവരുടേതായ മതത്തിനും ഒക്കെ പ്രാധാന്യം നൽകും. ഇന്ത്യയിൽ നമുക്കറിയാം, ബ്രിട്ടീഷുകാര് പോയതിനു ശേഷവും ബ്രിട്ടീഷ് മനോഭാവമുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർ പഠിപ്പിച്ച ഹ്യൂമനിസത്തിന്റെ കാഴ്ചപ്പാടുകളാണ് കലയും സംഗീതവും മനഃശാസ്ത്രവും തത്വചിന്തയും എല്ലാം ആ രീതിയിലാണ് പഠിപ്പിച്ചത്. അതായത് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഒട്ടേറെ ആളുകൾ നിരീശ്വരവാദിയാകുന്നതിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അവർ പഠിക്കുന്ന മെത്തഡോളജി ഹ്യൂമനിസത്തിന്റെ മെത്തഡോളജിയാണ്, വിമൻ സ്റ്റഡീസിന്റെ മെത്തഡോളജിയാണ്, സബാൾട്ടൈൻ സ്റ്റഡീസിന്റെ മെത്തഡോളജിയാണ്, ഫോക്ലോറിന്റെ മെത്തഡോളജിയാണ്. ഈ മെത്തഡോളജി എല്ലാം തന്നെ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ പൈതൃകത്തെ കശക്കിയെറിയുക എന്നുള്ളതാണ്. ദൈവിക പരികൽപ്പനയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല എന്ന് ശാഠ്യം പിടിക്കുന്നവരാണ്. ഈ നിലയിൽ നിയമപഠനം നടത്തിയവരാണ് ഇന്നും നമ്മുടെ ന്യായപീഠങ്ങളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ വിധി എഴുതി ഗുരുദേവൻ ദൈവമല്ല, ഗുരുദേവൻ സന്യാസിയല്ല, ഗുരുവിന്റെ മന്ദിരങ്ങൾ ഒരിക്കലും ക്ഷേത്രമായി കരുതാൻ പാടില്ല എന്ന് അവർ വിധി പ്രഖ്യാപിച്ചു. അത് കിട്ടിയതോടെ യുക്തിവാദികൾ എന്ത് ചെയ്തു? ശരിയാണ്, ഗുരുദേവൻ ഒരു കേവലം സാധാരണക്കാരനായ മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ചില കാര്യങ്ങൾ നടത്തി, അതുകൊണ്ട് ഗുരുവിനെയൊന്നും ആരും ദൈവമായിട്ട് കരുതരുത്. ഈ വിധി ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ഇതിന് കാരണം എന്താണ്? ആധുനിക വിദ്യാഭ്യാസത്തില്, സാഹിത്യത്തിലും തത്വചിന്തയിലും വിദ്യാഭ്യാസത്തിലും കൊണ്ടുവന്ന രീതിശാസ്ത്രം, മെത്തഡോളജിയാണ്. അതിന്റെ ആധാരം നമ്മളുടേതായ ഭാരതീയ ആത്മീയതയ്ക്ക് എതിരായതുകൊണ്ടാണ്. അപ്പോൾ മനസ്സിലാക്കുക, അത്ര നിഷ്കളങ്കമായൊരു പദമല്ല ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്വാഭാവികമായിട്ട് ഹ്യൂമനിസം, മാനവികത, ശരിയാണല്ലോ, മാനവികത നല്ലതല്ലേ എന്ന് പറയും. പക്ഷെ ഓർക്കുക, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ ഉണ്ടാവണമെങ്കിൽ അത് മാനവികതയ്ക്ക് അപ്പുറത്തുള്ള ധാർമ്മികതയിലേക്ക് പോകണം, ധാർമ്മികതയ്ക്ക് അപ്പുറമുള്ള ആത്മീയതയിലേക്ക് പോകണം. ഓർക്കുക, മാനവികത നിലനിൽക്കുന്നത് ധാർമ്മികതയിലാണ്, ധാർമ്മികത നിലനിൽക്കുന്നത് ആത്മീയതയിലാണ്. ആത്മീയതയില്ലാത്ത ധാർമ്മികതയും ധാർമ്മികതയില്ലാത്ത മാനവികതയും എന്തിലേക്ക് നയിക്കും എന്നാണ് ചോദിച്ചാൽ അത് അരാജകത്വത്തിലേക്ക് നയിക്കും. ഫ്രീ സെക്സും ലിവിങ് ടുഗദറും അമിതമായ മദ്യം കഴിക്കുന്നതും ഇതെല്ലാം തന്നെ ഇന്ന് ഈ മാനവികതയുടെ പേരിലുള്ള ആളുകളാണ്. കാരണം അവര് പറയുന്നത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്നാണ്. ലൈഫ് സെന്റേർഡ് ഓൺ ഹ്യൂമൻ ഇൻട്രസ്റ്റ്. എന്റെ ഇൻട്രസ്റ്റ് എന്താണ്? ഞാനൊരു മനുഷ്യനാണ്, എന്റെ ഇൻട്രസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും.
നമ്മുടെ ഹോസ്റ്റലിലെ പെൺകുഞ്ഞുങ്ങളോട് 6 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കോ ഹോസ്റ്റലിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ മാനവികതയുടെ വാദികൾ എന്ത് ചെയ്തു? ഇത് മനുഷ്യാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം, അതുകൊണ്ട് അങ്ങനെ റിസ്ട്രിക്ഷനെ പാടില്ല. അതുകൊണ്ട് കേരളത്തിലെ മിക്കവാറും ഹോസ്റ്റലില് ഏതെങ്കിലും കോളേജുകാരെ 9 മണിക്ക് മുമ്പിൽ കുട്ടികൾ കയറണമെന്ന് പറഞ്ഞാൽ അവനെ അന്ന് ശരിയാക്കി കളയും. കാരണം എന്താണ്? ഇപ്പോഴത്തെ മാനവികതയുടെ വക്താക്കള് റെഡി ആയിട്ടിരിക്കുക. അപ്പോ അവരുടെ ലക്ഷ്യം ഈ ധാർമ്മികതയെ പൊളിച്ചടക്കുക എന്നതാണ്. അപ്പോൾ സ്പിരിച്വലിസം, ആത്മീയത, ആത്മോപദേശ ശതകം എഴുതിയ ഗുരുദേവന്റെ, അതുപോലെ തന്നെ അരുവിപ്പുറം മുതൽ ഓങ്കാരേശ്വരം വരെ ഒട്ടേറെ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തുകയും ക്ഷേത്രാചാരത്തെ പരിഷ്കരിച്ച് അതില് പാടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്തോത്രങ്ങൾ, ശൈവസ്തോത്രങ്ങള്, വൈഷ്ണവ സ്തോത്രങ്ങള്, ദേവീപരകമായ സ്തോത്രങ്ങൾ എല്ലാം ഉണ്ട്. അത് ഹ്യൂമനിസ്റ്റിന്റെ കണ്ണിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡേഞ്ചർ. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് ഗുരുവിന്റെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, ചില വാക്കുകൾ എടുത്ത് അമ്മാനമാടാൻ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. ആ വാക്ക് ഇപ്പോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് പറയുന്നത് ഏതെങ്കിലും ഒരു ജാതി, ഏതെങ്കിലും ഒരു മതം, ഏതെങ്കിലും ഒരു ദൈവം, എന്നിട്ട് പറയാണ് ആ തരത്തിലുള്ള കാഴ്ചപ്പാട് വളരെ തെറ്റാണ്. അതുകൊണ്ട് ഹ്യൂമനിസത്തിന്റെ അടിസ്ഥാനത്തിൽ സഹോദരൻ അയ്യപ്പൻ ഇതിനെ കറക്റ്റ് ചെയ്തു. എന്താ കറക്റ്റ് ചെയ്തത്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ. എന്നിട്ട് ഹ്യൂമനിസ്റ്റുകൾ ഉണ്ടാക്കിയ ഒരു കാര്യം, ഗുരുവിന്റെ സന്ദേശങ്ങൾ കാലഹരണപ്പെട്ടു. ഊർജസ്വലതയില്ലാത്ത ഇത്തരത്തിലുള്ള സന്ദേശത്തെ സഹോദരൻ അയ്യപ്പൻ പരിഷ്കരിച്ചു. ഇപ്പോഴും നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ ഇത് കാണാൻ സാധിക്കും. അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളതോ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഇങ്ങനെയുള്ള ഒട്ടേറെ സൂക്തങ്ങളുണ്ട്. ആ സൂക്തങ്ങളെ എല്ലാം തന്നെ പൊളിച്ചടുക്കിയതാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഓർക്കുക, സഹോദരൻ അയ്യപ്പനാണ് സമാധി ഗീതം എഴുതിയത്. സഹോദരൻ അയ്യപ്പനാണ് ചരമഗീതം എഴുതിയത്. ഇങ്ങനെ കുറെ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദൈവമേ സച്ചിദാനന്ദ എന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ ആ കൃതിയിലെ ഓരോ വരിയിലും ദൈവമുണ്ട്. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല എന്ന്, ദൈവമേ ദൈവമേ എന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കൃതിയുടെ കർത്താവിനെ എന്തായിട്ട് ചിത്രീകരിച്ചു? ഗുരുദേവന്റെ ശത്രുവാണെന്ന് പറഞ്ഞു പരത്തി. ആര്? ഹ്യൂമനിസ്റ്റുകൾ. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവദശകം ഇതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയി. അതിന് പകരമായിട്ടാണ് സയൻസ് ദശകം അയ്യപ്പൻ എഴുതി വെച്ചത്. ഇത് അങ്ങേയറ്റം നിന്ദ്യമായൊരു പ്രവൃത്തിയാണ്. ആര് ചെയ്തത്? ഹ്യൂമനിസത്തിന്റെ ആളുകൾ, കൾച്ചറൽ സ്റ്റഡീസിന്റെ ആളുകൾ. കൾച്ചറൽ സ്റ്റഡീസിനെ മലയാളത്തിൽ കൊടുക്കുന്നത് സാംസ്കാരിക പഠനമെന്നാണ്. സാംസ്കാരിക പഠനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കണോ നമ്മുടെ ക്ഷേത്ര സംസ്കാരം, നമ്മുടെ കലാ സംസ്കാരത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നവരെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. നമ്മൾ എന്താണോ, എന്ത് സംസ്കാരമാണോ നിലവിൽ വെച്ചു പുലർത്തുന്നത്, ആ സംസ്കാരത്തെ തച്ച് തകർക്കുക. ഇതിന്റെ ഉസ്താദായിരുന്നു എം.എൻ. വിജയനൊക്കെ. കേരളത്തിലെ വമ്പന്മാരായിട്ടുള്ള കുറെ ആളുകൾ അതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അവരാദ്യം അതിനെടുത്തത് ഗുരുദേവനെ ആയിരുന്നു. കാരണം അവര് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിമിലൂടെ മാത്രമേ ഗുരുദേവനെ വായിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പുസ്തകങ്ങൾ എഴുതി. എന്നാൽ ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് പി പരമേശ്വരജി ഒരു കൃതി എഴുതി.
അത് വാസ്തവത്തിൽ ഉപനിഷത്ത് പാരമ്പര്യത്തിന്റെ വക്താവാണ്, സാക്ഷാൽ ഋഷിയാണ്, തപോധനനാണ്. ആധുനിക കാലഘട്ടത്തിലെ ഋഷിമാരിൽ എടുത്തു കാട്ടാൻ പറ്റുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ് എന്ന നിലയിലാണ് പരമേശ്വരജി അതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഈ തരത്തിലുള്ള ആളുകൾ വലിയ അളവിൽ ക്രിട്ടിസൈസ് ചെയ്തു. സംഘപരിവാറിന്റെ പരമേശ്വരന്റെ എന്താ പറയുക, ഫ്രെയിമിന്റെ ഉള്ളിൽ നിൽക്കുന്നതല്ല ഗുരുദേവൻ, ഗുരു ക്ഷേത്രങ്ങൾക്കെതിരായിരുന്നു, ഗുരു ആത്മീയതയ്ക്കെതിരായിരുന്നു, ഗുരുവിന്റെ ആത്മീയത മതാതീതമായ ആത്മീയത, ഇങ്ങനെ വേറെ രീതിയിൽ അതിനെ നറേറ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. നമ്മുടെ വിഷയം മാനവികത, ഗുരുദേവ സന്ദേശങ്ങളിലൂടെയാണ്. അപ്പൊ മനുഷ്യന് സമൂഹത്തിൽ ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒട്ടേറെ സന്ദേശങ്ങൾ നൽകി ആ നിലയിൽ നല്ല അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, മറിച്ച് ഗുരുദേവന്റെ ആത്മീയതയെ മറച്ചു വെക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ വളരെ ബുദ്ധിജീവിയും എഴുത്തുകാരനുമായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംവദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ രാഷ്ട്രീയത്തെ പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഗുരുദേവന്റെ കൃതിയോ ഗുരുദേവന്റെ സന്ദേശമോ പ്രചരിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല. വളരെ കറതീർത്ത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം സർവ മത സാരമായിട്ടുള്ള ദൈവദശകം അത് ബുദ്ധമതക്കാർക്കും ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ആരാധ്യമാണ്. ഇങ്ങനെ എല്ലാവരും ആരാധ്യമായ രീതിയിൽ ഒന്നിച്ചു പോയാൽ നിരീശ്വരവാദികൾക്ക് നിക്കക്കണ്ണിയില്ലാതെ വരും. അതുകൊണ്ടാണ് അവർ അയ്യപ്പനെ കൂട്ടുപിടിച്ച് ദൈവദശകത്തിനെതിരെ പ്രസംഗിച്ചത്, എഴുതിയിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ നമ്മളുടെ മക്കൾ ഹ്യൂമാനിറ്റീസോ അതുപോലുള്ള ഏതെങ്കിലും വിഷയം പഠിക്കുകയാണെങ്കിൽ അവർ റെഫർ ചെയ്യുന്നത് ഈ ബുദ്ധിജീവികളുടെ പുസ്തകങ്ങളാണ്. ഭംഗ്യന്തരേണ പറയട്ടെ, ലോകത്ത് ഈ തരത്തിൽ ഈ ആത്മീയതയെ ദൈവികതയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ പേരാണ് മിഷേൽ ഫൂക്കോ, ഫ്രെഡറിക് ജെയിംസൺ, റൊളാൻഡ് ബാർത്ത്, ദെറിദ, ലൂയി അൽത്തൂസർ, എഡ്വാർഡ് സയ്യിദ്, അന്റോണിയോ ഗ്രാംസി തുടങ്ങിയവരാണ്. ഇന്ത്യയിൽ ഇതിന്റെ പിൻഗാമികളായിട്ട് വന്നത് റോമില താപ്പർ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, KN പണിക്കർ, അതുപോലെ തന്നെ നമ്മുടെ ഗവർണറെ തല്ലാൻ നടന്നതായി ഇർഫാൻ ഹബീബ്, JNU പ്രൊഡക്റ്റുകളാണ് ഇവര്. ഇവരുടെ കേരളത്തിലെ ആശാന്മാരാണ് സച്ചിദാനന്ദൻ, B രാജീവൻ, EV രാമകൃഷ്ണൻ, PP രവീന്ദ്രൻ, സുനിൽ P ഇളയിടം, SS ശ്രീകുമാർ തുടങ്ങിയതായ ആളുകൾ. ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടിക്കണം. അതായത് ഇവരടിസ്ഥാനപരമായി നമ്മുടേതായ ധാർമ്മികതയുടെയും ആത്മീയതയ്ക്കും എതിരാണ്. എന്നാൽ ഇവരുടെ ആ പ്രവർത്തനം വിജയിച്ച 2-3 സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്. അതിലൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഏറ്റവും ശക്തമായ ഗുരുവിനെ പോലെ തന്നെ ആത്മീയ ഋഷിയായിരുന്നു തിരുവള്ളുവർ. തിരുവള്ളുവരുടെ തിരുക്കുറൾ അത് ഉപനിഷത്തുക്കളുമായിട്ടോ ധർമ്മശാസ്ത്രമായിട്ടോ ഒരു പങ്കുമില്ലാത്തതാണ് എന്ന് പറഞ്ഞു വരുത്തുകയും അത് നിരീശ്വരവാദത്തിന്റെ ഒരു ടെക്സ്റ്റാണ് എന്നാണ് രാമസ്വാമി നായ്ക്കറും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാലിന്റെ അച്ഛനും ഒക്കെ വിശ്വസിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തിരുവള്ളുവരുടെ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഒരു ഋഷിയുടെ രൂപമല്ല കാണുന്നത്. അദ്ദേഹം ഋഷിയായിരുന്നു, പക്ഷെ ഋഷി അല്ലാത്ത രീതിയിലാണ് അവർ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ധാരാളം ഹിന്ദു വിരുദ്ധ, ധർമ്മവിരുദ്ധ, രാഷ്ട്രവിരുദ്ധ ശക്തികൾ അങ്ങനെയാണ് വളർന്നത്. ജമ്മു കാശ്മീരും പഞ്ചാബും തെക്ക് കിഴക്കൻ രാജ്യങ്ങളായിട്ടുള്ള മണിപ്പൂർ, ആസാം, മിസോറാം, നാഗാലാൻഡ് ഒക്കെ ഈ തരത്തിൽ വിജയിച്ച സ്ഥലങ്ങളാണ്. അതായത് ഈ ആശയത്തെ മാനവികത എന്ന പദം ഉപയോഗിച്ച്, കൾച്ചറൽ സ്റ്റഡീസ് എന്ന പദം ഉപയോഗിച്ച്
സബാൾട്ടൈൻ സ്റ്റഡീസ് എന്ന പദം ഉപയോഗിച്ചാണ് അത് നടത്തിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗുരുവിനെ പഠിക്കുമ്പോൾ നാം ജാഗരൂകരാവണം. കാരണം നമ്മൾ മലന്ന് കിടന്ന് തുപ്പതിന്നതിന് തുല്യമാകും അവരുടെ കണ്ണാടി വെച്ച് ഗുരുവിനെ നോക്കിയാൽ. കാരണം ക്ഷേത്രത്തിനെതിരാണ്, ദൈവസങ്കല്പത്തിനെതിരാണ്. ഇതാണ് അതിന്റെ ഏറ്റവും കാതലായ അംശം. പിന്നെ ഗുരുവിന്റെ മാനവികതയെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യത്വം നമുക്ക് വേണമെങ്കിൽ പറയാം. ഹ്യൂമൻ ബീയിങ്ങിനെ ബീയിങ് ഹ്യൂമനാക്കി മാറ്റുക, മനുഷ്യനെ നല്ല മനുഷ്യനാക്കി മാറ്റുക, മനുഷ്യനെ ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യനാക്കി മാറ്റുക. ഇതായിരുന്നു ഗുരുവിന്റെ മറ്റേതൊരു ഋഷീശ്വരനെ പോലെയും ഗുരുവിന്റെയും ലക്ഷ്യമതായിരുന്നു. അതിന് പ്രസംഗങ്ങൾ മാത്രം പോരാ, പ്രവൃത്തിയാണ് വേണ്ടത്. മനുഷ്യന് പരിവർത്തനം ഉണ്ടാക്കണം. ഹ്യൂമൻ ബീയിങ് ഹ്യൂമൻ ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, അഷ്ടമാർഗം ഉപദേശിച്ചു. ശുദ്ധി പഞ്ചകങ്ങൾ നമുക്കറിയാം. വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ശരീരശുദ്ധി, പരിസരശുദ്ധി. ഈ ശുദ്ധി വന്നാൽ ഓരോരുത്തരും നല്ല മനുഷ്യരായി മാറും ഉറപ്പ്. ഇത് തന്നെയാണ് ധർമ്മപഞ്ചകം. നമുക്ക് ധാർമ്മികത ഉണ്ട്. 5 ഇതിനോട് നമുക്ക് എന്താണ്? ഋഷിയജ്ഞം, ഭൂയജ്ഞം, മനുഷ്യയജ്ഞം, ഗുരുയജ്ഞം, ഇങ്ങനെയുള്ളതായ യജ്ഞസങ്കല്പങ്ങൾ. അതുപോലെ തന്നെ അഷ്ടമാർഗം, തീർത്ഥയാത്രയോട് അനുബന്ധിച്ച് തീർത്ഥയാത്ര ഓരോ മനുഷ്യരും പങ്കെടുക്കുന്നതാണ്. ആ തീർത്ഥയാത്രയുടെ ലക്ഷ്യം മനുഷ്യ നന്മയായിരുന്നു. കൃഷിയും വിദ്യാഭ്യാസവും കൈത്തൊഴിലും സാങ്കേതിക വിദ്യയും ആരോഗ്യം തുടങ്ങിയതെല്ലാം മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതറിയുന്ന ഒരാൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമൻ ബീയിങ് ഹ്യൂമനായിട്ട് മാറും. അവിടെ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ അടിസ്ഥാനപരമായി ഓരോ മനുഷ്യനും ആത്മീയ ജീവിയാണ്. ഓരോ മനുഷ്യനും അടിസ്ഥാനപരമായി ആത്മീയ ജീവിയാണ്. അതായത് നമ്മളിലുള്ള മാനവികത എന്നാൽ ഇടക്ക് വരുന്നത് മാത്രമാണ്. നമ്മൾ അടിസ്ഥാനപരമായി സ്പിരിച്വൽ ബീയിങ് ആണ്, ഹ്യൂമൻ ബീയിങ് അല്ല. ആ ഹ്യൂമനിസം എന്ന് പറയുന്ന മാനവികത എന്നത് ഇടക്ക് വിരുന്നു വരുന്നത് മാത്രമാണ്. ഓർക്കുക, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മാനവികത, ധാർമ്മികത, ആത്മീയത. ഈ ആത്മീയതയാണ് നമ്മുടെ അടിത്തറ. അതാണ്. ഈ ആത്മീയതയിൽ നിന്നും മാനവികതയിലേക്ക് ഇടക്കിടക്ക് വന്നു പോകുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ഗുരു ഉപദേശിക്കുന്നു, അറിവിലുമേറി അറിഞ്ഞിരിക്കുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിനെ കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണു വണങ്ങിടയാണ്. കാരണം ഈ കരുവാണ് നീ. ആ കരുവ് ഭാനുമാനാണ്. വെളിയിലിരുന്ന് വിവർത്തമിങ്ങു കാണും വെടിമുതലായ വിഭൂതി എഞ്ചുമോർത്താൽ. ഈ പ്രകൃതിയും ആ പരമ്പൊരുൾ തന്നെയാണ്. ആ പരമ്പൊരുൾ തന്നെയാണ് ഈ ഞാനും. ജനനി നവരത്നമഞ്ജരി തുടങ്ങിയ എല്ലാ കൃതികളും പറയുന്നതാണ്. അതായത് ഈ ഞാനായതും ജനനി, ഞാനും ഭഗവതി തന്നെയാണ്, ദേവി തന്നെയാണ്, ചൈതന്യമാണ്. ഈ തരത്തിൽ മാനവികതയ്ക്ക് അപ്പുറത്തുള്ള ആത്മീയത ഉള്ളത് കൊണ്ട് മാത്രമാണ്, അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പ്രകൃതിയെ സ്നേഹിക്കാൻ സാധിക്കൂ. കാരണം പ്രകൃതിയിലും എന്തുണ്ട്? ഈ ചൈതന്യമുണ്ട്. നമുക്ക് പ്രകൃതിയിലെ ഓരോ മരങ്ങളാവാം, മറ്റ് ചെടികളാവാം, പുല്ലും പുഴുവും എല്ലാം ആവാം. അവയെല്ലാം തന്നെ എന്താണ്? ആത്മീയതയുടെ ആവിഷ്കാരമാണ്. അതുകൊണ്ടാണ് കുമാരനാശാൻ ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുപാടിയത്. ആ ശലഭത്തിന്റെ ഉള്ളിൽ
കുടിയിരിക്കുന്ന ചൈതന്യവും എന്നിലുള്ള ചൈതന്യവും ഒന്ന്. ഇത് ഹ്യൂമനിസത്തിന്റെ ആളുകൾക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അതിനപ്പുറത്തേക്ക് കടക്കുകയാണ്. അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്ന അറിവായി മാറുന്നു. അതായത് പർവ്വതവും നദിയും വൃക്ഷങ്ങളും തടാകങ്ങളും എല്ലാം തന്നെ ദിവ്യതയുടെ ആവിഷ്കാരമാകുന്നു. ചൈതന്യാത് ആഗതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. ഈ ലോകത്തിലുള്ള എല്ലാം ഒരേ ചൈതന്യത്തിൽ നിന്നും വന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലോകം മനുഷ്യന് വേണ്ടി മാത്രമല്ല, ഇവിടെ ജീവിക്കാനുള്ള അവകാശവും അധികാരവും ഏറ്റവും ചെറുത് എന്ന് നാം കരുതുന്ന ഒരു എറുമ്പിന് പോലുമുണ്ട്. വിരിഞ്ഞ പൂവിനും വീണ പൂവിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് കുമാരനാശാൻ ഹാ പുഷ്പമേ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചൊരു രാജ്ഞി കണക്ക് നീ എന്ന് പാടിയത്. അപ്പൊ ആ നിലയിൽ എല്ലാത്തിനും കുടികൊള്ളുന്ന ചൈതന്യത്തെ കുറിച്ച് പറയാൻ ആത്മീയതയുടെ വക്താക്കൾക്ക് മാത്രമേ സാധിക്കൂ. ഇതാണ് ഗുരുവിന്റെ മാനവികതയ്ക്കപ്പുറമുള്ള ആത്മീയതയെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ആശയം. ഇതിലൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്, വളരെ പ്രധാനപ്പെട്ട. അതായത് ഗുരുവിനെ കുറിച്ച് വയലാർ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയുടെ പേര് ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ്. അത് തുടങ്ങുന്നത് മതങ്ങൾക്കതീതമാം മനുഷ്യനെ കുറിച്ചാണ്. മതങ്ങൾക്കതീതം എന്ന് പറഞ്ഞത് ഈ പുരോഹിത വർഗം ഉണ്ടാക്കിയ മതങ്ങളുണ്ട്. ആ മതങ്ങൾ എപ്പോഴും ആളുകളെ ഭയപ്പെടുത്തും. എങ്ങനെയാ ഭയപ്പെടുത്തുന്നത്? നീ ചത്തുപോകും മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണാകും, നിനക്ക് എന്തെങ്കിലും രക്ഷ വേണമെങ്കിൽ എന്നിലൂടെ രക്ഷ പ്രാപിക്കില്ലെങ്കിൽ നീ എല്ലാം വടിയാവും എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇത് ഭയപ്പെടുത്തലായിരുന്നു. ആ തരത്തിൽ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ തരത്തിലുള്ള മതങ്ങൾ സൃഷ്ടിച്ചു. ആ മതത്തിന് ചില ദൈവങ്ങളെ സൃഷ്ടിച്ചു. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു എന്നത് ഒരു കാലത്തൊരു പാട്ട് മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് വയനാടിലും ചാവക്കാടും ഒക്കെയുള്ള സാധാരണക്കാരന്റെ നെഞ്ചുരുക്കുന്ന അനുഭവമായി മാറിയിരിക്കുകയാണ്. കാരണം എന്താണ്? മനുഷ്യൻ സൃഷ്ടിച്ച മതവും അവന്റെ ദൈവവും കൂടി മണ്ണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും മറ്റ് രാജ്യങ്ങളെ എല്ലാം കുരുതി കൊടുത്ത ആശയത്തിന്റെ വക്താക്കളാണ്. അവരാണ് വാസ്തവത്തിൽ ഇവിടെ ആയുധപ്പുരകളാക്കി മാറ്റിയത്. ആയിരം മാനവഹൃദയങ്ങൾ ആയുധപ്പുരകളാക്കി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. ഈ സമയത്ത് സ്വാതന്ത്ര്യം എവിടെ? സൗന്ദര്യം എവിടെ? സത്യം എവിടെ? രക്തബന്ധങ്ങൾ എവിടെ? ഈ സൗന്ദര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചും സത്യത്തെക്കുറിച്ചുമാണ് ഗുരുദേവൻ പറഞ്ഞത്. അതുകൊണ്ട് ഇനിയും വൈകിയിട്ടില്ല. വയലാർ പാടുകയാണ്: ഒരു മതം ഒരു ജാതി, മനുഷ്യർക്കൊരു കുലം ഒരു ദൈവം. ഒരു മതം ഒരു ജാതി, ശിവഗിരിയുടെ ശബ്ദം, ചിന്താവിപ്ലവ ശബ്ദം, മണ്ണിൽ നിന്നും മനുഷ്യനെ വാർത്തൊരു മഹർഷിയുടെ ശബ്ദം. അതാണ് മണ്ണിൽ നിന്നും മനുഷ്യനെ വാർത്ത മഹർഷിയുടെ ശബ്ദമാണ്. ആ ശബ്ദം ഇനിയും നാം ശ്രവിക്കണം. എങ്ങനെയാണ് ശ്രവിക്കേണ്ടത്? പല മതസാരവും ഏകം. ഈ നിലയിൽ
മുന്നോട്ട് വെക്കുന്നതിലൂടെ മാത്രമേ ലോകത്ത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പച്ചത്തുരുത്തുകൾ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് ഈ സർവമത സമ്മേളനത്തിന്റെ പ്രസക്തി വരുന്നത്. ഇവിടെയാണ് മതസൗഹാർദ്ദം നടത്താൻ വേണ്ടി ഒരു മുല്ലാക്കയെ, ഒരു പാതിരിയെ, ഒരു സന്യാസിയെ വിളിച്ച് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും എങ്ങും എത്തില്ല. മറിച്ച് ഗുരു പറഞ്ഞത് അവരവരുടെ മതത്തിൽ ഉപദേശിച്ചിട്ടുള്ള ആത്യന്തികമായ സത്യം അത് അറിയിക്കുക. അതിലൂടെ മാത്രമേ മനുഷ്യന് നിലനിൽക്കാൻ സാധ്യമുള്ളൂ. അതല്ലാതെ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പോരൂ, പോന്നില്ലെങ്കിൽ നിങ്ങളെല്ലാം ഗതി അധോഗതിയാണ് എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ സംഘർഷമുണ്ടാകും. വാസ്തവത്തിൽ 1893 ചിക്കാഗോ പ്രസംഗത്തിന്റെ നടക്കുന്നത് ഈ തരത്തിലൊരു സാഹചര്യത്തിലാണ്. അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയെ ലോകത്തിലെ ഏറ്റവും വലിയ മതമായി പ്രഖ്യാപിച്ച് മറ്റ് 40 മതക്കാരോടും നിങ്ങളുടെ മതങ്ങളെല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് പോരൂ ആണ് ആ മതമഹാസമ്മേളനം വിളിച്ചുകൂട്ടിയത്. പക്ഷേ വിവേകാനന്ദ സ്വാമി ആത്മീയതയുടെ വജ്രായുധം ഉപയോഗിച്ച് അതിനെ വെട്ടിനിരത്തി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മള് എല്ലാവരും ഒരേ സത്തയുടേതാണ്. എപ്രകാരമാണോ ആകാശത്തിൽ നിന്നും പതിക്കുന്ന വെള്ളം നദിയായി പ്രവഹിച്ച് സമുദ്രത്തിലേക്ക് എത്തുന്നത്, അതുപോലെ നമ്മൾ കൈവഴികൾ പലതായിരിക്കാം, പക്ഷെ ചെന്നു ചേരുന്ന വഴി ഒന്നാണ്. ഈ ആശയം ഉപനിഷത്ത് ഋഷിയുടെ ആശയമാണ്. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരെ സർവലോക ദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ഇതേ ആശയമാണ് ഗുരുദേവൻ ആലുവ സർവമത സമ്മേളനത്തിലും അനുകമ്പ ദശകത്തിലും അതുപോലെ തന്നെ ഈ മറ്റു കൃതികളിലെല്ലാം വെച്ചത്. അപ്പോൾ ഞാൻ ചുരുക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സമയത്ത് സംസാരിക്കാം. അതായത് നാം മാനവികത എന്ന പദത്തെ വളരെ സംശുദ്ധമായി കണ്ടുകൊണ്ട് ഗുരുവിന്റെ ആശയങ്ങളെ സമീപിച്ചാൽ തീർച്ചയായിട്ടും മനുഷ്യനെ നല്ല മനുഷ്യനായി മാറ്റുന്നതിന്റെ സന്ദേശങ്ങളാണ്, യാതൊരു സംശയമില്ല. എന്നാൽ മാനവികത എന്ന ഒരു സിദ്ധാന്തം ലോകത്ത് ഏറെ അപകടങ്ങൾ വരുത്തിവെച്ചതാണ്. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുക എന്ന ലക്ഷ്യം, അതായത് മാനവികതയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മഹാനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മീയതയെ ഇല്ലാതാക്കണം എന്ന ദൂരഗാമിയായ ലക്ഷ്യമായിരുന്നു അതിന്റെ പിന്നിലുള്ളത് ഉണ്ടായിരുന്നത്. ഇത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഗുരുദേവനെ പഠിക്കാൻ. ഗുരുദേവനെ ഈ നിലയിലുള്ള ഫ്രെയിം വർക്കിലൂടെ നോക്കിയത് കൊണ്ടാണ് ഗുരുദേവൻ ശങ്കരാചാര്യരുടെ ശത്രുവാണെന്ന് പറഞ്ഞുണ്ടാക്കിയത്. ഗുരുദേവൻ ചട്ടമ്പി സ്വാമിയുടെ ശത്രുവാണെന്ന് പറഞ്ഞുണ്ടാക്കി. ഗുരുദേവൻ വിവേകാനന്ദന്റെ ശത്രുവാണെന്ന് പറഞ്ഞുണ്ടാക്കി. മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഋഷിമാർക്കും എതിരാണ് ഗുരുദേവൻ, എല്ലാ ദൈവങ്ങൾക്കും എതിരാണ് എന്നാണ് ഇവന്മാർ പറഞ്ഞുണ്ടാക്കിയത്. പച്ചയായ നുണയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും അത് വേര് പിടിക്കാത്തത്. മാത്രമല്ല, അദ്ദേഹം ആ ഗുരുദേവൻ ഉണർത്തിവിട്ട ആത്മീയമായ തേജസ് അതിഭയങ്കരമായിരുന്നു. അതിൽ ഇവരുടെ വിദണ്ഡവാദങ്ങളെല്ലാം ഒന്നൊന്നായി ഇല്ലാതായി തീർന്നു എന്നതാണ് വാസ്തവത്തിൽ. സംഘടനകളെ കുറിച്ച് ഗുരു പറയുന്നത് സംഘടന കൊണ്ട് ശക്തരാവുക എന്നാണ്. ശക്തി ദുർബലനെ സബലനാക്കാനാണ്, അനാഥനെ സനാഥനാക്കാനാണ്, ദുഃഖമുള്ളവന്റെ ദുഃഖം ഇല്ലാതാക്കാനാണ്. പക്ഷെ ഈ മന്ത്രം, സംഘടന കൊണ്ട് ശക്തരാവണം എന്ന മന്ത്രം, ദൗർഭാഗ്യവശാൽ നമ്മുടെ എല്ലാ സംഘടനകളും മറന്നുപോയി. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നേതാവിനെ നോക്കിക്കോളൂ. ആ നേതാവിനെ സ്വകാര്യമായിട്ടൊന്ന് വിളിച്ചു ചോദിച്ചു അവന്റെ ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ അവൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അവന്റെ ദുഃഖം.
ഇന്നിപ്പോ EP ജയരാജന്റെ പരിപ്പുവട പുസ്തകം പുറത്തിറങ്ങേണ്ടതായിരുന്നു. EP ജയരാജന്റെ ഏറ്റവും വലിയ ശത്രു 50 വർഷമായി പ്രവർത്തിച്ച അതേ സംഘടനയാണ്. G സുധാകരന്റെ ശത്രു തന്നെയാണ്. ഇത് ഒരു പാർട്ടിയുടെ ഒരു സംഘടനയുടെ ഒന്നും അല്ല, എല്ലാ സമുദായ സംഘടനകളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഗതി ഇതാണ്. അതിന് കാരണം എന്താണ്? സംഘടന കൊണ്ട് ശക്തരാവുക, പണമുണ്ടാക്കുക എന്നുള്ളതല്ല. ഞാനും എന്റെ കുഞ്ഞമ്മയുടെ മക്കളും മാത്രം നന്നാവുകയും മറ്റുള്ളവന് എന്തു ആവാം അതായിരുന്നില്ല സംഘടന. മറിച്ച് ത്യജിക്കുക, സമർപ്പിക്കുക, ദുഃഖിതന്റെ കണ്ണീരൊപ്പുക, ഇതായിരുന്നു സംഘടനയുടെ മന്ത്രം. ഇതാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിനെ കുറിച്ചും ഗുരു പറഞ്ഞു. വിദ്യയാണ് ഏറ്റവും വലിയ ധനം. ആ ധനം എന്തിനു വേണ്ടിയിട്ടാണ്? സേവനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ സേവിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധനാവണം. പ്രബുദ്ധത എന്നാൽ എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത് നാം എന്നത് ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇങ്ങനെ ഗുരുവിന്റെ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞാൽ ആവുകളാണ് നമ്മളിൽ പലർക്കും ഉണ്ടാവുന്നത്. അതിന് കാരണം അതൊരു പുസ്തകത്തിലെ അറിവല്ലത്, മറിച്ച് അതൊരു ജീവിതാനുഭവമാണ്. നമ്മളിൽ ഈ ഇരിക്കുന്ന പലരും പൊതുവിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് എങ്കിൽ അതിന് കടപ്പെട്ടിട്ടുള്ളത് ഗുരുവിനോടാണ്. നമ്മളിൽ ഈ ഇരിക്കുന്ന പലരും ക്ഷേത്രങ്ങളിൽ നിർബാധമായി പ്രവേശിക്കാൻ നമുക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട് എങ്കിൽ, വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും അടക്കമുള്ള ആ സത്യാഗ്രഹത്തിന്റെ പിന്നിൽ ആത്മീയ തേജസ്സായി നിന്ന ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. നാം ഇന്ന് കേരളം എന്ന് പറയുന്നുണ്ട് എങ്കിൽ മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ട് പിടിച്ച മലയാളം എന്നൊരു നാടിനെ കുറിച്ച് ഇന്നും പാടുന്നുവെങ്കിൽ ആ മലയാളം തകർന്നു പോകാതെ ഇരിക്കാൻ അതിഗംഭീരമായ സ്ട്രാറ്റജിക് ഓപ്പറേഷൻ നടത്തിയത് ഗുരുദേവന്റെ കാരുണ്യം കൊണ്ടാണ്. അതായത് പല മതസാരവും ഏകമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്നത് നടന്നില്ലായിരുന്നുവെങ്കിൽ, ഓർക്കുക, 1921 മലബാർ കലാപത്തില് മലബാറിലെ നിരവധിയായ ഹിന്ദുക്കളുടെ തല വെട്ടിയിട്ടാണ് കിണറ്റിൽ കൊന്നു തള്ളിയത്. അന്ന് 10,000-കണക്കിന് ആളുകളാണ് അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയത്. 100 വർഷങ്ങൾക്ക് മുമ്പ് അവർ അത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അവരുടെ ശക്തി 10,000 ഇരട്ടിയാണ്. അങ്ങനെ പ്രത്യക്ഷത്തിൽ വരാതിരിക്കാൻ കാരണം ഈ ദുരവസ്ഥയെക്കുറിച്ച് മുന്നറിയിപ്പ് അന്നു മുതൽ നൽകി എന്നുള്ളത് കൊണ്ടാണ്. കുമാരനാശാൻ എഴുതിയല്ലോ ദുരവസ്ഥയെക്കുറിച്ച്. അപ്പൊ അവരുടെ അജണ്ട പൊളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജാതിക്കതീതമായി മതത്തിനതീതമായി കേരളീയൻ കടപ്പാടോടുകൂടി കാണേണ്ട ഒരു മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ മാനവികത മാത്രമല്ല, ആത്മീയതയെക്കുറിച്ചും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ ഏറെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, പ്രചരിപ്പിക്കേണ്ടതുണ്ട്. ഈ വേദി ഒരുക്കി തന്ന ഇതിന്റെ സംഘാടകരായിട്ടുള്ള മാതൃഭാരതിയുടെ എല്ലാ അമ്മമാരുടെ മുമ്പിലും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. നന്ദി സാറേ. ഈ വിഷയം എനിക്ക് തോന്നുന്നു നമ്മൾ തിരഞ്ഞെടുത്തപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രഭാഷണമാകുമെന്ന് ഒരു പക്ഷെങ്കിൽ ഞാൻ മാത്രമല്ല, ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന മറ്റാരും തന്നെ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാനവികതയ്ക്ക് ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി തരികയും ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് ബീയിങ് ഹ്യൂമൻ ആകാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നമുക്ക് സമയം 9:35 കഴിഞ്ഞിരിക്കുന്നു. അല്ലാത്ത പക്ഷം നന്ദി പ്രകാശനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഒന്നല്ലെങ്കിൽ 2 സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.
അപ്പോൾ ആർക്കും സംശയം ഉണ്ടാകാനുള്ള കാരണമില്ല. കാരണം അതുപോലെ വളരെ വ്യക്തമായ രീതിയിലുള്ള പ്രഭാഷണമായിരുന്നു സാറിൻ്റെത്. അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി നന്ദി പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പ്രകാശനത്തിനായി മാതൃഭാരതിയുടെ ദേശീയ പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി കാനത്തിനെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ലക്ഷ്മിജി. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. നമ്മുടെ അധ്യക്ഷ ആദരണീയായിട്ടുള്ള സരസ്വ ടീച്ചർ, ദേശീയ അധ്യക്ഷ ശ്യാമളാജി, അതുപോലെ ആദരണീയനായിട്ടുള്ള വിനോദ് കല്ലീർജി, TPS ജി, ഇന്നത്തെ മുഖ്യ പ്രഭാഷകനായിരുന്ന നടേശൻ സാറ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സംഘടനയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാനാണ് തോന്നുന്നത്. കാരണം മാനവികത, നേരത്തെ ശ്യാമളാജി പറഞ്ഞതുപോലെ മാനവികതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രാപ്തമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഈ വിഷയം ആരെയും ഒഫൻഡ് ചെയ്യാതെ അഥവാ ആരെയും തന്നെ അലോസരപ്പെടുത്താതെ അവതരിപ്പിച്ചത്. കുറച്ചു നേരമെങ്കിലും അല്പം ഭയം നമ്മളിൽ ആർക്കെങ്കിലും തോന്നാതെ ഇരുന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ആ ഭയത്തിനെ നമുക്ക് പ്രവർത്തന ശേഷിയാക്കി മാറ്റാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നായിരുന്നു ഞാൻ ഇത്രയും നേരം ഇരുന്ന് ചിന്തിച്ചത് അത് കേൾക്കുമ്പോൾ. കാരണം കുമാരനാശാനിൽ തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്ന ഇന്നത്തെ ഒരു അവസ്ഥയിൽ 10 മടങ്ങ് ശക്തരായി ഒരു ശത്രുപക്ഷം എന്ന് സ്വയം ചിന്തിക്കുന്നവർ നിൽക്കുമ്പോൾ അവരെ ശത്രു അല്ലാതെയാക്കി മാറ്റാൻ ഗുരുദേവന്റെ വാക്കുകളിലൂടെ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കാൻ ഈ പ്രഭാഷണം ഉപകരിക്കട്ടെ എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചിന്തിച്ച്, കാരണം ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, യു ക്യാൻ ക്യാച്ച് മോർ ഫ്ലൈസ് വിത്ത് ഹണി ദാൻ യു ക്യാൻ വിത്ത് വിനീഗർ എന്ന്. നമ്മൾക്ക് സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഇല്ലാതെയാക്കാൻ അവരെ സ്നേഹത്തിലൂടെ എങ്ങനെ നമ്മളിലേക്ക് അടുപ്പിച്ച് ഈ മഹാധർമ്മത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും അവരെയും ഈ ധർമ്മത്തിൽപ്പെട്ടവരാണെന്ന് ബോധിപ്പിക്കാനും സാധിക്കും എന്നുള്ളത് ചിന്തിക്കാൻ നമുക്ക് ഗുരുദേവ കൃതികളിലൂടെ ഇത്തരം കൂടുതൽ പ്രഭാഷണങ്ങളിലൂടെ നമുക്കും അതിനുള്ള ശക്തി കിട്ടട്ടെ, ഗുരുദേവൻ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. വന്ദേ മാതരം. നന്ദി ലക്ഷ്മിജി. അടുത്തായി മംഗള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശ്രീമതി സതി സുനിലെ ഡൽഹിയിൽ നിന്ന് ക്ഷണിച്ചോളൂ. സതി മാഡം. സർവേ സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മുടെ നമസ്കാരം. ശ്രമിച്ചെന്ന് പറഞ്ഞേക്കണം കേട്ടോ. നമ്മുടെ വനിതാ മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും ഇരിക്കണം, വനിതകൾ മാത്രം. അധ്യക്ഷന്റെ അനുവാദത്തോടെ നമ്മുടെ ഈ യോഗം ഇന്നിവിടെ പര്യവസാനിക്കുകയാണ്. തീർച്ചയായും ഇതുപോലെയുള്ള വിഷയങ്ങളുമായി ഇനിയും നമുക്ക് അടുത്ത് തന്നെ ഒന്നിച്ചു ചേരാവുന്നതാണ്. അതിനുള്ള പരിപാടികൾ പണിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവസരങ്ങളിലും